അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ 5ാം ക്ലാസ്സിൻ്റെ ശനിയാഴ്ച നടക്കുന്ന ഖുർആൻ ഹിഫ്ള് പരീക്ഷയുടെ 3 മോഡൽ ചോദ്യ പേപ്പറുകളാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത്. 50 മാർക്കിനാണ് ഖുർആൻ, അതേപോലെ 50 മാർക്ക് ഹിഫ്ളിന്, ടോട്ടൽ 100 മാർക്കിലാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. താഴെ കാണിച്ച ഭാഗങ്ങൾ ഓരോ കുട്ടിയെ കൊണ്ടും മുസ്ഹഫിൽ നോക്കി ഓദിക്കുക. ഇവിടെ ചോദിച്ചിട്ടുള്ളത് സൂറത്തുൽ ഹജ്ജിൽ നിന്നുള്ള 6ാമത്തെ ആയത്ത് മുതൽ 11ാമത്തെ ആയത്ത് വരെയുള്ള ഭാഗമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്. ദാലിക ബി അന്നല്ലാഹു ഹുവൽ ഹഖ് മുതൽ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ വരെയുള്ള ഭാഗമാണ് ചോദിച്ചിട്ടുള്ളത്. 3, 4, 5 ക്ലാസ്സുകളിൽ പഠിച്ച മഖാരിജുൽ ഹുറൂഫ്, സിഫാത്തുൽ ഹുറൂഫ്, തഫ്ഖീം, തർഖീഖ്, അഹ്കാമു നൂനി സാക്കിനത്തി വത്തൻബീനി, അഹ്കാമുൽ മീമി സാക്കിന, മദ്, ഉന്നത്തുൻ നൂനി വൽ മീമി മുതലായ തജ്വീദ് നിയമങ്ങൾ പ്രത്യേകം പരിഗണിച്ചുകൊണ്ടാണ് മാർക്ക് നൽകേണ്ടത്. ആകെ 50 മാർക്കാണ്. നമ്മൾ 3, 4, 5 ക്ലാസ്സുകളിൽ പഠിച്ച ഒരക്ഷരത്തിൻ്റെ മഖ്റജ് ഉണ്ടാവും, അതേപോലെ അക്ഷരങ്ങളുടെ സിഫത്തുകൾ, അതേപോലെ തഫ്ഖീം, തർഖീഖ്, സാക്കിന നൂനിൻ്റെ തൻവീൻ്റെ വിധികൾ, സാക്കിന മീമിൻ്റെ വിധികൾ, മദ്, ഉന്നത്ത്, ഈ നിയമങ്ങളൊക്കെ പാലിച്ച് പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്താൽ അവിടെ 50 മാർക്ക് നിങ്ങൾക്ക് നേടാവുന്നതാണ്. പൊതുപരീക്ഷ ആയതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് നല്ല ശബ്ദമാധുര്യത്തോടു കൂടിയിട്ട് പാരായണം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, ഇവിടെ ഹിഫ്സുൽ ഖുർആനിൽ ചോദിച്ചിട്ടുള്ളത് ഒരു അദ്കാർ, ഇവിടെ ദിക്റുകളും ചോദിക്കും, അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ സൂറത്ത് മാത്രമല്ല, അതേപോലെ ഹദ്ദാദ് പോലെയുള്ള ദിക്റുകളും ചോദിക്കും. ഒന്നാമത് ചോദിച്ചിട്ടുള്ളത് യാസീനിൽ നിന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് യാസീനിൽ നിന്നാണ്. 7 ചോദ്യങ്ങൾ യാസീനിൽ നിന്നുള്ളതാണ്. ഇന്ന ജഅൽനാ ഫി അനാഖിൻ മുതൽ ഫഹും ലാ യുബ്സിറൂൻ വരെയുള്ള, അതേപോലെ സുബ്ഹാനല്ലദി ഖലഖൽ അസ്വാജ മുതൽ മുളിമും വരെ, അതേപോലെ മൂന്നാമത്തത് വയഖൂലൂന മത്താ ഹദൽ വഅദ് മുതൽ ഇലാ അഹ്ലി മിർജിഉൻ വരെ, ഫൽയൗമ ലാ തുലമു നഫ്സും മുതൽ മുത്തഖിഊൻ വരെ, വലഖദ് അളല്ല മിൻകും മുതൽ ബിമാ കുൻതും തക്ഫുറൂൻ 64ാമത്തെ ആയത്ത് വരെ, ലിയുൻദിറ മൻ കാന ഹയ്യ മുതൽ വമിൻഹാ യഅ്കുലൂൻ, അതേപോലെ 80ാമത്തെ ആയത്ത് വരെ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. 8ാമത്തത് ദുആഉൽ മയ്യിത്താണ് ചോദിച്ചിട്ടുള്ളത്. മയ്യിത്തിന് വേണ്ടിയുള്ള ദുആയിൽ നിന്നുള്ള ഭാഗമാണ് ചോദിച്ചിട്ടുള്ളത്. വബ്ദിൽഹു ദാറൻ ഖൈറൻ വമിൻ അദാബിൻ നാർ വരെ, അതേപോലെ യാ ഖവിയ്യു യാ മത്തീനു ഹദ്ദാദ് റാത്തീബിൽ നിന്നുള്ള ഭാഗമാണ്. അതേപോലെ യാ ഫാജിൽ ഹമ്മി, അതും ഹദ്ദാദിൽ നിന്നുള്ളതാണ്. അങ്ങനെ ടോട്ടൽ 50ലാണ് മാർക്ക്. ഈ മറ്റൊരു ചോദ്യപേപ്പർ പരിചയപ്പെടാം. താഴെ കാണിച്ച ഭാഗങ്ങൾ ഓരോ കുട്ടിയെ കൊണ്ട് മുസ്ഹഫിൽ നോക്കി ഓദിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് സൂറത്ത് മറിയമിൽ നിന്നുള്ള 65ാമത്തെ ആയത്ത് മുതൽ 71ാമത്തെ ആയത്ത് വരെയുള്ള ഭാഗമാണ്. റബ്ബുസ് സമാവാത്തി വൽ അർളി മുതൽ ഹത്മൻ മഖ്ലിയ വരെയുള്ള ഭാഗമാണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച ഓരോ അക്ഷരത്തിൻ്റെയും മഖ്റജ്, സിഫത്ത്, തഫ്ഹീം, തർഖീഖ്, സാക്കിന നൂനിൻ്റെയും തൻവീൻ്റെയും വിധികളൊക്കെ പരിഗണിച്ച് വളരെ ശബ്ദമാധുര്യത്തോടു കൂടിയിട്ട് പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഹിഫ്ദിൽ നിന്ന് ചോദിച്ച ഭാഗം നോക്കാം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഇവിടെ സൂറത്തുൽ കാഫിറൂൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ വല്ലുഹ, സൂറത്തുൽ ളുഹ, അതെ നമ്മൾ പറഞ്ഞത് താഴെ ക്ലാസ്സുകളിൽ പഠിച്ചതൊക്കെ വേണം പറഞ്ഞല്ലോ. അതേപോലെ യാസീനിൽ നിന്നുള്ള 5 ചോദ്യങ്ങളുണ്ട്. ആയത്തുൽ ലഹും അന്ന ഹമൽനാ ദുരിയത്തവും, അതേപോലെ വയഖൂലൂന മത്താ ഹാദൽ വഅദു ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ വലഖദ് അളല്ല മിൻകും ജിബിലൻ കസീറ, അവിടെ മുതൽ തക്ഫുറൂൻ, അങ്ങനെ ഓരോ ഭാഗത്തിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ലിയുൻദിറ മൻ കാന ഹയ്യ മുതൽ വമിൻഹാ യഅ്കുലൂൻ, ഇവിടെ വീണ്ടും മയ്യിത്തിന് വേണ്ടിയിട്ടുള്ള ദുആ ചോദിച്ചിട്ടുണ്ട്. വനഖ്ഹി മിനൽ ഖത്തായ കമ, ഇവിടെ മുതൽ മിൻ സൗജിഹി വരെ. ഇവിടെ കഴിഞ്ഞ ചോദ്യപേപ്പറില്ലാത്തൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. തസ്ബീത്തിലും ചോദിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ സബ്ബിത്തു ഇൻദ സുആൽ മിൻ കുല്ലിൽ ഫസഅ വരെ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഹദ്ദാദിൽ നിന്ന് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. യാ ഫാരിജിൽ ഹമ്മി, ഇവിടെ മുതൽ മിനൽ ഖത്തായ വരെ. ഓക്കെ, ഇനി മറ്റൊരു ചോദ്യപേപ്പർ ഇവിടെ ചോദിച്ചിട്ടുള്ളത് സൂറത്തുൽ മുഅ്മിനൂനിൽ നിന്ന് 105ാമത്തെ ആയത്ത് മുതൽ 111ാമത്തെ ആയത്ത് വരെയാണ്. ഹിഫ്ളിൽ നിന്ന് വൽഖമറ ഖദ്ദർനാഹു മനാസില മുതൽ വകുല്ലും ഫി ഫലകി യസ്ബഹൂൻ വരെ. ഇവിടെയും യാസീനിൽ നിന്നാണ്. നമ്മൾ പ്രധാനപ്പെട്ട ഹിഫ്ദിന് പഠിക്കേണ്ട സൂറത്ത് യാസീൻ ആയതുകൊണ്ടാണ് കൂടുതൽ യാസീനിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ 6 ചോദ്യങ്ങൾ യാസീനിൽ നിന്നുള്ളതാണ്. അതേപോലെ മയ്യത്തിന് വേണ്ടി ദുആ ഇവിടെയും ചോദിച്ചിട്ടുണ്ട്. വബ്ദിൽ ഹുദാരൻ ഖൈറൻ
അതേപോലെ ഹദ്ദാദ് റാത്തീബിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് യാ ഖവി യാ മത്തീനും. അതുപോലെ തസ്ബീത്തിൽ നിന്ന് വീണ്ടും ചോദിച്ചിട്ടുണ്ട് അല്ലാഹുമ്മ സബ്ബിത്തു ഇൻദ സുആൽ. അതുപോലെ ഹദ്ദാദ് റാത്തീബിൽ നിന്ന് യാ ഫാരിജിൽ ഹമ്മി എന്നുള്ള ആ ഭാഗം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു മോഡൽ ചോദ്യ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ഹിഫ്ദിനായി നിർദ്ദേശിച്ച കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിന്നും അതേപോലെ ഇപ്പോൾ ഈ വർഷം നമുക്ക് നിർദ്ദേശിച്ചിട്ടുള്ള ഭാഗങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ പഠിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുക. അള്ളാഹു തആല നല്ല ഹിഫ്ദ് നൽകുമാറാവട്ടെ. പൊതുപരീക്ഷയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.